ഇപ്പോഴുള്ളത് പാണക്കാട്ടെ വീട്ടിലാണ്. സാദിഖലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ നമ്മൾ അദ്ദേഹത്തിന്റെ അനുജനുമൊത്താണ് നമ്മൾ ഈ പ്രഭാത വാർത്താ യാത്ര തുടരുന്നത്. അല്പസമയത്തിനുള്ളിൽ സാദിഖലി ശിഹാബ് തങ്ങൾ എത്തും. അദ്ദേഹം എത്തിയിട്ടുണ്ട് നിക്കാഹ് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് സുലൈമാനി കുടിക്കാം എന്നുള്ളതാണ്. ഒരു സുലൈമാനിയൊക്കെ നമുക്ക് തന്നുകൊണ്ടാണ് നമ്മളെ പ്രഭാത വാർത്തയ്ക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത്. സാദിഖലി ശിഹാബ് തങ്ങളുമൊത്താണ് ഇനി നമ്മളുടെ പ്രഭാത വാർത്താ യാത്ര മുന്നോട്ട് പോവുക. നമ്മൾ 9 മണിക്ക് എത്താമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അമ്മമാരുടെ സ്നേഹത്തിലും അവരുടെ പാട്ടിലും നമ്മൾ അധികം സമയം എടുത്തു. അതുകൊണ്ടാണ് നമ്മൾ അല്പസമയം വൈകിയത്. നമ്മളെ കാത്തിരുന്നിട്ടാണ് അദ്ദേഹം നിക്കാഹിന് പോയി വളരെ പെട്ടെന്ന് തിരിച്ചെത്തുകയായിരുന്നു സാദിഖലി ശിഹാബ് തങ്ങൾ. എപ്പോഴും ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളുടെ വിശ്വാസമുള്ള ഒരു കുടുംബം കേരളത്തിലുണ്ടെങ്കിൽ ആ കുടുംബം പാണക്കാടാണ് എല്ലാ കാലത്തും. അതിന് തീർച്ചയായും ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല, മനുഷ്യത്വത്തിൻ്റെ കൂടെ ഒരു നനവുണ്ട്, മനുഷ്യത്വത്തിൻ്റെ കൂടി ഒരു കാറ്റടിക്കുന്നൊരു മേഖലയാണ്. എപ്പോഴും തുറന്നിട്ട വാതിലാണ്, സ്നേഹമുള്ള മനുഷ്യരാണ്. അതാ നോക്കൂ, നമ്മളിവിടെ വരുന്ന സമയത്ത് തന്നെ നിക്കാഹിന് പോയതാണ്. സാധാരണ കുറച്ച് സമയം ചെലവഴിക്കാനാണ് സാധ്യത അല്ലേ? കഴിഞ്ഞു എത്തിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ വളരെ പെട്ടെന്ന് നമ്മളുണ്ട് എന്നറിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കുറേ അനുഭവങ്ങൾ നമ്മുടെ ഈ വീടിനൊക്കെ പറയും. ഇപ്പോൾ കുഴപ്പമില്ല, അവിടെ തറവാട്ടിൽ ഇപ്പോൾ ഉള്ളത് ആരാണുള്ളത്? നാട്ടിലില്ല, UK യിലാണ് തോന്നുന്നു അല്ലേ? അപ്പോൾ സാധാരണ രീതിയിൽ അവിടെയാണ് എല്ലാവരും ഒരുമിക്കാറ് അല്ലേ? വിശേഷ അവസരം വരുമ്പോൾ പെരുന്നാളിന് എല്ലാവരും അവിടെ ഉണ്ടാവും. ഈ പാണക്കാട് കുടുംബത്തിന്റെ ഒരു വലിയ കൂട്ടായ്മയുണ്ട് അല്ലേ? ആ കൂട്ടായ്മ വലിയൊരു നെറ്റ്വർക്കാണത്. നമ്മള് ഷിഹാബുദ്ദീൻ ഫാമിലി ഒരു കൂട്ടായ്മയായിട്ട് എല്ലാ വർഷവും ഒരുമിച്ച് കൂടാറ്. അത് ഈ പെരുന്നാളിനാണോ കൂടുക അതോ വേറെ ഒരു ദിവസമായിരിക്കും? വേറെ ഒരു ദിവസം. അവിടെയാണോ കൂടുക അതോ അത് പാണക്കാട് വെച്ച് എവിടെയെങ്കിലും? പാണക്കാട് ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും. ഏകദേശം എത്ര അംഗങ്ങൾ ഉണ്ടാവും അതില്? ഒരു വലിയൊരു തായ് വഴിയിലൂടെയൊക്കെ വരുമ്പോൾ വലിയൊരു കുടുംബമാണ്. അതെ, ഒരു 1000-ഓളം കുടുംബങ്ങളുണ്ട്, മക്കളും ചെറുമക്കളും ഒക്കെ ആയിട്ട് അല്ലേ? ആ ദിവസം എല്ലാവരും ഉണ്ടാവും അല്ലേ? അപ്പോൾ അത്രയും വലിയ ഒരു വീടാണ്. നമുക്ക് സുലൈമാനിയുമായിട്ട് പോകാം അല്ലേ? അതാ, താങ്ക് യു, സന്തോഷം. അപ്പോൾ നമ്മൾ സാദിഖലി ശിഹാബ് തങ്ങളെ കാണാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം ഉള്ളിലുണ്ട്. നമ്മളിപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ട് അദ്ദേഹം വളരെ വേഗം എത്തിയിട്ടുണ്ട്. ഒട്ടേറെ നമ്മൾ ഇന്ന് രാഷ്ട്രീയം അദ്ദേഹത്തോട് സംസാരിക്കുന്നില്ല എന്ന് വെച്ചു. കാരണം രാഷ്ട്രീയം സംസാരിക്കാനുള്ളൊരു വേദിയായിട്ട് മാത്രമല്ല, ഇതൊരു സൗഹൃദ സന്ദർശനം കൂടിയാണ്. കാര്യം ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ കരുതിയത് ഇന്ന് വലിയ തിരക്കുണ്ടാവില്ല എന്നാണ്. പക്ഷേ ഇന്ന് ധാരാളം തിരക്കുണ്ട്, ധാരാളം സന്ദർശകരുള്ള ഒരു ദിവസം കൂടിയാണ്. താങ്ക് യു. നല്ല സുലൈമാനി, അത് പാകത്തിന് മധുരം അല്ലേ? സാധാരണ നമ്മൾ പറയും ഈ ചായക്ക് അധികം മധുരം പാടില്ല എന്ന് പറയും അല്ലേ? ചില ഡയബറ്റിക് ആയിട്ട് ആൾക്കാരുണ്ടാവും. അതെ, അതനുസരിച്ചിട്ടാണ് മധുരം. പാകത്തിന് മധുരം, പാകത്തിന് ഏലക്കയൊക്കെ ഇട്ടുള്ള നല്ല സുലൈമാനി നമ്മൾ കഴിച്ചു. അപ്പോൾ ഇനി നമുക്ക് സാദിഖലി ശിഹാബ് തങ്ങൾ എത്തും. നമുക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് നമുക്ക് ഇത് ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ സംഭവിക്കുന്ന ദിനം കൂടിയാണ്. രാഷ്ട്രീയ വാർത്തകളുണ്ട്, സാമൂഹ്യ വാർത്തകളുണ്ട്. നമുക്ക് ആ വാർത്തകളിലേക്കൊക്കെ നമുക്ക് വളരെ വേഗത്തിലൊന്ന് പോകാം. മാത്രമല്ല, ഇന്ന് ലോക മാതൃദിനമാണ്. ലോകമെമ്പാടുമുള്ള അമ്മമാർ അല്ലേ? ഇന്നത്തെ ദിവസം അമ്മമാർക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച ദിവസമാണ്. ഞങ്ങൾ ധാരാളം അമ്മമാരെയും ഉമ്മമാരെയൊക്കെ കണ്ടു. എല്ലാവരും കൈവിട്ടു പോയവരുണ്ട് മക്കളാൽ. അവരൊക്കെ എനിക്കത് ഈ കുടുംബത്തില് ഈ തലമുറയിലെ ഏറ്റവും ഇളയ ബസലി തങ്ങളല്ലേ അല്ലേ? തങ്ങളുടെ മക്കളിൽ ഏറ്റവും ഇളയത്. ഉമ്മയുടെ പേര് ഖദീജ. എനിക്കൊന്നും ആ കാലമൊക്കെ ഓർമ്മിച്ചെടുക്കാൻ അവിടെ തന്നെയായിരുന്നു, തറവാട്ടിൽ തന്നെയായിരുന്നു. കുടപ്പൻകൽ തറവാട്ടിലായിരുന്നു ചെറുപ്പകാലത്ത് അവിടെ തന്നെയായിരുന്നു പഠിച്ചു വളർന്നത്. ആ സമയത്തായിരുന്നു. എനിക്കൊന്ന് ഒരുപാട് നല്ല ഭക്ഷണവും അതെ, വളരെ എനിക്ക് വലിയ തിരക്കുള്ള ഒരു കുടുംബത്തിലെ ഉമ്മയായിരുന്നല്ലോ. കൂട്ടുകുടുംബമായിട്ടാണല്ലോ. പിന്നെ നാട്ടിലുള്ള കുടുംബങ്ങളും അവിടെ തന്നെ ആയിരിക്കും അധികം, നമ്മളെ അയൽവാസികളൊക്കെ തന്നെ. അപ്പോൾ എപ്പോഴും ഉമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും ഹൃദയത്തിൽ തട്ടുന്ന ഓർമ്മകൾ ഉണ്ടാവുമല്ലോ കുട്ടിക്കാലത്ത്. അല്ലെങ്കിൽ ഇപ്പം നമ്മളെയൊക്കെ അമ്മമാർ പല ഘട്ടങ്ങൾ നമുക്ക് സന്തോഷം ഉണ്ടാവുമ്പോൾ സങ്കടം ഉണ്ടാവുമ്പോൾ ഒക്കെ നമ്മളുടെ കൂടെ നിൽക്കുമല്ലോ. ഞാനിപ്പോൾ പറയുമായിരുന്നു, നമുക്ക് ഭയങ്കര സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ ഈ അമ്മയുടെ ഉമ്മയുടെയൊക്കെ ഒരു ഫോൺ കോൾ മതി, സമ്മർദ്ദം ഇല്ലാണ്ടാവും.